കടന്നപ്പള്ളി രാമചന്ദ്രനും കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഒരുക്കിയ പ്രത്യേക പന്തലിൽ വച്ചായിരുന്നു സത്യപ്രതിജ്ഞ. തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തു. VN വാസവനാണ് ചുമതല. കടന്നപ്പള്ളി രാമചന്ദ്രന് രജിസ്ട്രേഷൻ, മ്യൂസിയം വകുപ്പ് നൽകാനും ഗണേഷിന് ഗതാഗതം നൽകാനും തീരുമാനമായി. സേഫ് സെയിൻ ലാബ്ദീനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സേഫ്, നേരത്തെ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനേക്കാൾ ഏറെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലെത്തുന്നു. അപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ കണ്ടതാണ് ഇരുവരും മുഖം കൊടുക്കാതെ പിരിഞ്ഞു. അതിനുശേഷം ഈ വകുപ്പുകളിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഈ വാർത്തകൾ പുറത്തു വന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വകുപ്പുകളിൽ വലിയ മാറ്റമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് CPM ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രത്യേകതയായി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. തുറമുഖ വകുപ്പ് എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതി വന്നതോടുകൂടി ഒരു വലിയ വകുപ്പായി സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ CPM അതിനെ നേരിട്ട് ഏറ്റെടുക്കണം എന്ന തീരുമാനം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തുകൊണ്ട് VN വാസവന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പുകളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രജിസ്ട്രേഷൻ വകുപ്പും പുരാവസ്തു വകുപ്പും മ്യൂസിയം വകുപ്പും എടുത്തിട്ട് അദ്ദേഹത്തിന് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ്, അത് മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട വകുപ്പ്, അത് വാട്ടർ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ്, അതെല്ലാം അങ്ങനെ ഗതാഗത വകുപ്പ് പൂർണ്ണമായിട്ടും ഗണേഷ് കുമാറിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉള്ളത്: തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുന്നു, രജിസ്ട്രേഷൻ വകുപ്പും പുരാവസ്തു വകുപ്പും കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകുന്നു. അങ്ങനെയാണ് മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ മുഖ്യമന്ത്രി തീരുമാനിച്ച് ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ വിജ്ഞാപനം ഇന്ന് രാത്രിയോടുകൂടി തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഗണേഷ് കുമാർ ഓഫീസിന്റെ പണി നടക്കുന്നുണ്ട്, ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം 3-ാം തീയതി ആയിരിക്കും ഇനി തിരികെ തലസ്ഥാനത്തെത്തി ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുന്നത്. മന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ ഓഫീസിൽ ചുമതല അദ്ദേഹം 3-ാം തീയതി മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. സ്നേഹ.